ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 31 നാണുവാശാൻ്റെ കളരി. ഭാഗം 31 നാണുവാശാൻ്റെ കളരി ഇവിടെ ആരംഭിക്കുന്നു. കുമ്മമ്പള്ളിയിൽ നിന്നും രോഗബാധിതനായി തീർന്ന നാണു വയൽവാരം വീട്ടിൽ മടങ്ങിയെത്തി. നാണുവിനെ കണ്ടിട്ട് മാതാവായ കുട്ടിയമ്മയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. പിതാവ് മാടനാശാനും മകൻ്റെ രോഗനിലയിൽ അതീവ ദുഃഖിതനായിരുന്നു. കൃഷ്ണൻ വൈദ്യൻ ഇരുവരെയും സമാധാനിപ്പിച്ചു. അമ്മാവൻ്റെ തുടർന്നുള്ള ചികിത്സയിൽ നാണുവിൻ്റെ രോഗത്തിന് പതുക്കെ പതുക്കെ ശമനമുണ്ടായി. അതോടെ നാണു വീണ്ടും ദേശസഞ്ചാരം നടത്തുവാൻ തുടങ്ങി. കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ ശിഷ്യനായി ഉപരിപഠനം നടത്തി വന്ന നാണുവിനെ ഇനി പഴയതുപോലെ ദേശസഞ്ചാരിയായി ചുറ്റിക്കറങ്ങാൻ വിടാതെ ഒരു കളരി തുടങ്ങി അധ്യാപനം നടത്തുവാൻ ചുമതലപ്പെടുത്തുന്നതാണ് ഉചിതമെന്ന് കൃഷ്ണൻ വൈദ്യർ അഭിപ്രായപ്പെട്ടു. അത് എല്ലാവർക്കും സ്വീകാര്യമായി. അക്കാര്യം അമ്മാവൻ സൂചിപ്പിച്ചപ്പോൾ നാണുവും അതിനോട് യോജിച്ചു. വയൽവാരം വീടിൻ്റെ കിഴക്ക് ഭാഗത്തായി ഓല കൊണ്ടൊരു കുടിപ്പള്ളിക്കൂടം കെട്ടിയുണ്ടാക്കി അവിടെ ഒരു കളരി തുടങ്ങി. അതോടെ നാണുഭക്തൻ നാണുവാശാനായി അറിയപ്പെട്ടു. സാധാരണ കളരികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു നാണുവാശാൻ്റെ കളരി. കുട്ടികളുടെ അച്ചടക്കത്തിനായി കർക്കശ രീതികളോ ശിക്ഷാവിധികളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പഠനത്തിന് നിശ്ചിത ഫീസും ഏർപ്പെടുത്തിയിരുന്നില്ല. എന്ന് മാത്രമല്ല, ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവരുടെ കുട്ടികളെയും അവിടെ പഠിപ്പിച്ചിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നാണുവാശാൻ്റെ കളരി പ്രസിദ്ധമായി. അതോടെ ഉപരിപഠനത്തിനായി ചെമ്പഴന്തി ദേശത്തിന് പുറത്തുനിന്ന് പോലും കുട്ടികൾ നാണുവാശാൻ്റെ കളരിയിലെത്തി. എല്ലാ കുട്ടികളോടും നാണുവാശാന് ഒരേ വാത്സല്യമായിരുന്നു. ഭാഷയേക്കാൾ സ്നേഹമായിരുന്നു അവിടെ പൂത്തുലഞ്ഞു നിന്നിരുന്നത്. അധ്യാപനത്തെ ഒരു ധാർമ്മിക വൃത്തിയായിട്ടല്ലാതെ നാണുവാശാൻ കണ്ടിരുന്നില്ല. കുട്ടികളെപ്പോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കളും നാണുവാശാനെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. നാണുവാശാൻ്റെ അധ്യാപന സമ്പ്രദായത്തെപ്പറ്റിയും കളരിയെപ്പറ്റിയും കേട്ടറിഞ്ഞ് അഞ്ചുതെങ്ങിൽ നിന്നും കടയ്ക്കാവൂരിലെ മീരാം കടവിൽ നിന്നും കുറച്ചുപേർ ചെമ്പഴന്തിയിലെത്തി. നാണുവാശാൻ്റെ കളരിയിൽ ജാതിഭേദമില്ലാതെയും സ്ഥിതിഭേദമില്ലാതെയും കുട്ടികൾ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഇരുന്ന് പഠിക്കുന്ന കാഴ്ച അവരെ വിസ്മയിപ്പിച്ചു. കാരണം അക്കാലത്തെ കളരികളിൽ ജാതിമത ഭേദമനുസരിച്ച് കുട്ടികളുടെ ഇരിപ്പിടത്തിനും സ്ഥാനത്തിനും ഭേദങ്ങളുണ്ടായിരുന്നു. വന്നവർ നാണുവാശാനെ കണ്ട് വന്ദിച്ചു നിന്നു. അവരുടെ വരവിൻ്റെ ഉദ്ദേശമെന്തെന്ന് നാണുവാശാൻ ചോദിച്ചറിഞ്ഞു. തങ്ങളുടെ ദേശത്തും ഇതുപോലെയുള്ള കളരി സ്ഥാപിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നാണുവാശാൻ വിദ്യ പകർന്നു നൽകണമെന്ന് അവരെല്ലാം വിനയപുരസരം അപേക്ഷിച്ചു. ആരുടെയും അപേക്ഷകളെ നിരസിക്കുന്ന പ്രകൃതമില്ലാത്ത നാണുവാശാൻ താമസിയാതെ അഞ്ചുതെങ്ങിലും കടയ്ക്കാവൂരിലെ മീരാംകടവിനടുത്തും ഓരോ കളരികൾ കൂടി സ്ഥാപിച്ചു. ആ പ്രദേശങ്ങളിലെ കുട്ടികളെ അവിടെ ഇരുത്തി വിദ്യ അഭ്യസിപ്പിക്കുവാൻ തുടങ്ങി. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ശീലത്തിലും ശുദ്ധിയും ഗുണവുമുള്ളവരായി നാണുവാശാൻ്റെ കുട്ടികൾ വളർന്നു വന്നു. അതുകൊണ്ട് ദേശവും ദേശവാസികളും വളരെയേറെ സന്തോഷിച്ചു. ശരണമാകണേ 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 പരമസദ്ഗുരു, ശരണമാകണേ 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 പരമസദ്ഗുരു. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 31 നാണുവാശാൻ്റെ കളരി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.